നമസ്കാരം, ഞാൻ വിനീഷ് ഷോലി. ഒരസുഖം വന്നാൽ മതി സുഹൃത്തുക്കളെ, നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം കംപ്ലീറ്റ് വാനിഷായി പോയി കളയും. നമ്മളൊക്കെ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ ഒക്കെയാണ് എങ്ങനെയെങ്കിലും ഒരു കുടുംബം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുന്ന സമയത്ത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരസുഖം വന്ന് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു നിരാശയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആണ്. പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വന്നില്ലെങ്കിൽ, നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ആർക്കെങ്കിലൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകാറുണ്ട്. ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അവരുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. തീർച്ചയായിട്ടും നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവർക്കൊരു കോൺഫിഡൻസ് എപ്പോഴും ഒരു കുറവുണ്ടാവും എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇനി മുതൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയി തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ പറ്റും. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഒരു പുതിയ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാലങ്ങളായിട്ടുള്ളതാണ്. നിങ്ങളിത് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എടുക്കണം. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ്, ആരോഗ്യ ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഇത് ലഭിക്കുന്നത്. സോ എങ്ങനെയാണ് ഇതെടുക്കുക, എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിന്ന് പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY എന്ന പദ്ധതി കുറിച്ചാണ്. ഇതൊരു ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ എന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളായിട്ട് ടൈപ്പാണ്. ആയുഷ്മാൻ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ആ കാർഡ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ഓരോ കുടുംബത്തിനും. ഇനി നമുക്ക് പദ്ധതിയെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ PM ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയത് സർക്കാർ ധനസഹായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് തന്നെ നമുക്കിതിനെ പറയാം. കുടുംബ സുരക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷ മാത്രമേ നൽകുള്ളൂ. അതിന്റെ മേളിലേക്ക് കിട്ടില്ല. ഓൺലി 5 lakhs. പൂർണ്ണമായും ക്യാഷ്ലെസ് ആണ്. ആശുപത്രി അഡ്മിഷൻ, ശസ്ത്രക്രിയ തികച്ചും സൗജന്യം, 100% ക്യാഷ്ലെസ്. വേറെ ഒന്നും നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. 5 ലക്ഷം രൂപ വരെ ഉള്ളൂ കേട്ടോ. അതിന് മേളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് വരും. 5 lakh വരെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊതുവെ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു 3 lakhs വരെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ പറഞ്ഞ PM ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം വരെ കിട്ടും എന്നത് വലിയൊരു കാര്യമാണ്. പാവപ്പെട്ടവർക്ക് ഇതൊരു വലിയൊരു താങ്ങാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ 50 കോടിയോളം വരുന്ന പാവപ്പെട്ട പൗരന്മാർക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. എല്ലാവർക്കും ലഭിക്കും. ഇത് അപ്ലൈ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്ലൈ ചെയ്യാത്ത ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും പല ഏരിയകളും പല രാഷ്ട്രീയമാണ് ഉണ്ടാവുക. പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായിരിക്കും. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ BJP സർക്കാരാണ്. അപ്പം അവരുടെയാണ് ഈ PM ജൻ ആരോഗ്യ യോജന പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പൊ ഭരണം വേറെ ഏതെങ്കിലും പാർട്ടിയാണ് ഭരിക്കുന്നത്, അവരുതാണ്. അപ്പോൾ ആ ഭരിക്കുന്ന പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ആ പാർട്ടിയിൽ ബന്ധപ്പെട്ട ആൾക്കാർ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സ്കീമുകളെ ഒന്നും അവർ സപ്പോർട്ട് ചെയ്യില്ല. ആർക്കും പറഞ്ഞു കൊടുക്കുക, അവരുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പലർക്കും അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഓരോ പൗരനും ഒരേപോലെയാണ്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, ഇത് ആ പാർട്ടിക്കാർക്ക് മാത്രമുള്ളതാണ്, അവർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ പോയിട്ട് ചോദിക്കണം, അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള CSC സെന്ററിൽ അപ്രോച്ച് ചെയ്യാം. പാർട്ടിയുടെ നേതാക്കന്മാരോട് നമ്മൾ കോൺടാക്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, അക്ഷയ സെന്ററിലോ CSC സെന്ററിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ ഏത് പാർട്ടി എന്നതിലുള്ള കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ഒരു പൗരനാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ നമ്മളത് ട്രൈ ചെയ്യണം. ഇനി ആർക്കെല്ലാം ലഭിക്കും എലിജിബിലിറ്റി? സെക്ഷൻ 2011 ഡാറ്റാബേസ് പ്രകാരം 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കും എന്നാണ് പ്രത്യേകത. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഒരു പ്രത്യേക പരിഗണന കാര്യമുണ്ടോ? ആ മുൻഗണന CSTയിൽ പെട്ട ആൾക്കാർ, ഭവനരഹിതർ, അതേപോലെ തന്നെ ഭിന്നശേഷിയുള്ളവർ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേക ക്യാപ്പുകൾ, പരിധികളൊന്നുമില്ല. ഇപ്പൊ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണസംഖ്യ കുറെ ആളുകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പ്രായത്രയാണ്, അങ്ങനെയുള്ള പരിധികൾ, ക്യാപ്പുകൾ, അങ്ങനത്തെ ക്യാപ്പൊന്നുമില്ല. എല്ലാവർക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നതാണ് ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള പരിഗണന കിട്ടുന്ന മുൻഗണനയായിട്ട് കൊടുക്കുന്നതാണ്. അടുത്ത
അടുത്തത് ആയുഷ്മാൻ കാർഡ് എങ്ങനെ എടുക്കാമെന്നതിനെ കുറിച്ചാണ്. കാർഡ് സ്വന്തമാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന്, യോഗ്യത പരിശോധിക്കുക. PMJAY.government.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, അതിൽ കയറിയിട്ട് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ CSC, ഞാൻ നേരത്തെ പറഞ്ഞാണ്, CSC കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങളിൽ, എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികൾ, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് പോവുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ CSC സെന്റർ ഉണ്ടാവും നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും. അത് കമ്പ്യൂട്ടർ സെന്റർ ഉണ്ടല്ലോ, അവിടെ CSC സെന്ററുകൾ ഉണ്ടാവും. CSC കോമൺ സർവീസ് സെന്റർ നിങ്ങൾ നോക്കിയാൽ മതി. അക്ഷയ സെന്ററിലാണ്, അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് ഈ ആയുഷ്മാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ അവരതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്രൂവൽ ചെക്ക് ചെയ്ത് നിങ്ങൾ പറഞ്ഞുതരും. പിന്നെ KYC കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം, ആധാർ കാർഡ് കൊടുക്കണം, റേഷൻ കാർഡ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ KYC കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗുണഭോക്താക്കൾക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുമില്ല. അത് എന്തെങ്കിലും കയ്യിൽ നിന്ന് കാശ് പോകുന്ന പരിപാടിയില്ല, ചെലവ് ഒന്നുമില്ല, തികച്ചും സൗജന്യം. ഇൻഷുറൻസ് പ്രീമിയം തുക സർക്കാരാണ് വഹിക്കുന്നത്. പ്രീമിയം തുക പോലും സർക്കാർ വഹിക്കുന്നത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതുവരെ കേട്ടിട്ടുണ്ട്. നമ്മൾ പൊതുവെ 20 രൂപ, 50 രൂപ, 100 രൂപ, 390, 790 ഇൻഷുറൻസ് ഉണ്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ 100% സർക്കാർ വഹിക്കുന്ന ഒരു പദ്ധതിയാണ്. എന്നിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം മിസ്റ്റേക്കാണ്, ഗവൺമെന്റ് മിസ്റ്റേക്ക് അല്ല. ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചികിത്സാ പരിരക്ഷ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്, 5 lakhs പ്രതിവർഷമാണ് കിട്ടുന്നത്. ഇത് ടോട്ടൽ ഒരു വർഷം 5 ലക്ഷം രൂപ, അടുത്ത വർഷം എങ്ങനെ 5 ലക്ഷം രൂപ. നിങ്ങൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിൽ 5 ലക്ഷം നിങ്ങൾക്ക് അടുത്ത ലോഡായി വരും. ഉപയോഗിച്ചാലും 5 ലക്ഷം ലോഡായി വരും. വലിയ രോഗത്തിനും അടിയന്തര ശസ്ത്രക്രിയകൾക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പ്രത്യേകത. 100% സാമ്പത്തിക സുരക്ഷിതത്വം. വലിയ ചികിത്സകൾക്കും ആശുപത്രി ചെലവുകൾക്കൊക്കെ പണം കണ്ടെത്ത കുറെ ആൾക്കാർക്ക് കടം വേണ്ടി വരും, അല്ലെങ്കിൽ കുറെ ആൾക്കാർ പിരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ ഒന്നും അവസ്ഥയില്ല. 5 lakh വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എവിടെയൊക്കെ ചികിത്സ ലഭിക്കും? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എംപാനൽ ചെയ്ത ആശുപത്രികൾ, പദ്ധതിയുമായി സഹകരിക്കുന്ന സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ചികിത്സ നിങ്ങൾക്ക് ലഭിക്കും. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ടൈപ്പിടാണ് ഗവൺമെന്റിന്റെ. രാജ്യമെമ്പാടും സേവനമുണ്ട്. പോർട്ടബിലിറ്റി. ഇന്ത്യയിൽ ഉടനീളമുള്ള ഏത് എംപാനൽ ആശുപത്രിയിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ചികിത്സ നേടാവുന്നതാണ്. സിമ്പിൾ ആണ്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എടുക്കും ഇത്. കാരണം ഇത് സെൻട്രൽ കാർഡാണ്, ഇതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് കാർഡല്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കാം. മറ്റ് കവറേജുകളുണ്ട്. ആശുപത്രി വാസത്തിന് മുൻപും ശേഷവുമുള്ള പരിശോധനകൾ, മരുന്നുകൾ എന്നിവയ്ക്കും പരീക്ഷ ലഭിക്കും. മനസ്സിലായില്ലേ? മുന്നേ പിന്നെയും ആശുപത്രി പോകുന്നതിന് മുന്നേ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ള പരിശോധന ഉണ്ടോ, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരീക്ഷ ലഭിക്കും. വലിയൊരു കാര്യമാണ്. 5 lakh ഇല്ലേ? സോ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ആരോഗ്യമുള്ള ഇന്ത്യ, സുരക്ഷിതത്വമായ ഭാവി. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ കരുത്താണ് സുഹൃത്തുക്കളെ, കരുത്ത്. അതുകൊണ്ട് എല്ലാവരും ഈ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഇപ്പൊ തന്നെ അംഗമാവുക. ഇനി ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരുപാട് ആളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും 99% നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയത്തുമില്ല. അവരിതുവരെ കാർഡ് എടുത്തിട്ടുണ്ടാവില്ല. ഇപ്പൊ തന്നെ ഈ വീഡിയോ, ഈ സെക്കൻഡിൽ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ട് മാറും. മാത്രമല്ല, നിങ്ങൾ ഈ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും പറയാണ്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ എടുത്ത് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.